അപ്പോൾ നമുക്കിന്ന് കിട്ടിയേക്കുന്നത് മത്തിയാണ് കേട്ടോ. ചെറിയ മത്തിയല്ല, വലിയ മത്തിയല്ല, അങ്ങനെ ഇടത്തരം മത്തിയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇത് മുറിക്കുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെതായി ചുണങ്ങൊക്കെ വേഗം പോരും കേട്ടോ. ഇങ്ങനെ ചുണങ്ങൊക്കെ വേഗം അങ്ങോട്ട് പോരും. അപ്പോൾ നമ്മളിതങ്ങ് മുറിച്ചെടുക്കാം. ആദ്യം ഇതിൻ്റെ ചിറകൊക്കെ നമ്മൾ കളഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചുണങ്ങ് ഇങ്ങനെ നമുക്ക് കത്തി ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടെടുക്കുന്നതാണ് എളുപ്പം. ഇങ്ങനെ കുത്താൻ വെക്കുന്നതിനെക്കാട്ടും ചരിച്ച് വെച്ചിട്ടെടുത്തിട്ട് നമുക്കിതൊന്ന് ചുണങ്ങ് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. പിന്നെ രണ്ട് ഭാഗത്തെയും ചുണങ്ങ് ഇതേപോലെ മാറ്റിയെടുക്കാം. അപ്പോൾ ചുണങ്ങും ചിറകൊക്കെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. നമ്മളിതിൻ്റെ വാലൊന്നും ഇങ്ങനെ പിടിച്ച് വെച്ചാൽ മതി കേട്ടോ. കത്തി അമർത്തിയിട്ട് നമ്മളെ തലന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഇത് വയറൊന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കുക. വയറിൻ്റെ അടുത്ത് വേസ്റ്റൊക്കെ ഒന്ന് ഒഴിവാക്കാം കേട്ടോ. കിണറുണ്ട്, നടന്നോട്ടെ ക്ലീനാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ തല ഇങ്ങനെ തന്നെ മത്തി വേറൊരു രീതിയിൽ മുറിച്ചെടുക്കാം. അതേപോലെ തന്നെ ചിറകൊക്കെ നമുക്ക് കളഞ്ഞെടുക്കാം. രണ്ട് ഭാഗത്ത് ചിറക്. പിന്നെ കത്തി ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് ചുണങ്ങൊക്കെ അങ്ങോട്ട് എടുക്കാം. തോലൊക്കെ ഇളകി പോയിരുന്നത് കാരണം നെയ്യുള്ള മത്തിയാന്ന് തോന്നുന്നുണ്ട്. അതങ്ങനെ തോലൊക്കെ ഇളകി പോയിരുന്നു. നമുക്ക് വാലിങ്ങോട്ട് മുറിച്ചേക്കാം. തല മുറിക്കുന്ന കേട്ടോ വ്യത്യാസം. ഇങ്ങനെ മുറിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ തലേൻ്റെ ഈ ഭാഗം കടിച്ച് തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇതേമാതിരി തന്നെ വയറിങ്ങോട്ട് കീറിയെടുക്കുക. നമുക്ക് വയറ് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് കണ്ണടക്കുമ്പോൾക്ക് പോക്കാം. ഇങ്ങനെ നമുക്ക് മത്തി മുറിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇത് നന്നായിട്ട് എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മത്തി മുറിച്ച് കഴിഞ്ഞു കേട്ടോ. മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ 2 ഡോഗ്സ് ഉണ്ടായിട്ട് ഞങ്ങൾക്ക് വേവിച്ച് കൊടുക്കാനുള്ളതാണ്. ഇനി നമ്മളൊന്ന് കഴുകിയെടുക്കാൻ പോവുകയാണ്. നമ്മൾ കഴുകിയെടുക്കുന്നത് ഇതാ ഈ ബക്കറ്റിലേക്കാണ്. ഇത് നമ്മൾ ബക്കറ്റ് കണ്ടിട്ട് നമുക്ക് ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ ഇത് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ വെള്ളം, ഈ മത്തി കഴുകിയ വെള്ളം നമ്മൾ ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കില്ല. അപ്പം നല്ല ചെടികൾക്കൊക്കെ നല്ല വളമുണ്ട്. നമ്മൾ പയറ് ചെടി, പിന്നെ കരിവേപ്പില, പച്ചമുളക്, അതൊക്കെ നല്ല അസലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ബക്കറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മത്തി നന്നായിട്ട് മുറിച്ച് നല്ല വെള്ളത്തിലൊക്കെ കഴുകിയിട്ടുണ്ട്. പിന്നെ ഇത് മത്തിയുടെ തല, ഇത് ഡോഗ്സിനുള്ളതാണ്. ഇത് നമ്മുടെ ചെടിയൊക്കെയുള്ള വെള്ളം കേട്ടോ. അപ്പോൾ മത്തി മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു.